ഞാൻ ആദ്യത്തെ ജോലി ഈ പറഞ്ഞ PSC-യിലായിരുന്നു 11 കൊല്ലം. അത് കഴിഞ്ഞ് കോളേജിൽ കിട്ടി. കോളേജിൽ അന്ന് മത്സര പരീക്ഷ ഇല്ലായിരുന്നു. അന്ന് PDC ഇങ്ങനെ മാറ്റിയതുകൊണ്ട് കോളേജിൽ അധ്യാപകർ എക്സസ് ആയി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പോളിടെക്നിക്കിലാണ്. അന്ന് ഈ PDC മാറ്റിയത് കാരണം കോളേജിലെ അധ്യാപകരെ കുറേ പേര് അവരെ സ്റ്റാഫ് സ്ട്രെങ്ത് നിലനിർത്താൻ എൻ്റെ ഭാഗമായിട്ട് പോളിയിലേക്ക് വിട്ടു. അപ്പോൾ പോളിയിൽ അവർ പോയി പഠിപ്പിക്കും. കോളേജ് എഡ്യൂക്കേഷനാണ്, ശമ്പളം, പ്രൊമോഷൻ, മറ്റു കാര്യങ്ങളെല്ലാം ഹയർ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ആ ഒരു പാലത്തിലാണ് ഞാനിപ്പം എൻ്റെ വീടിന് അടുത്തൊരു പോളിടെക്നിക്കിലാണ് ഈ കോഡിന് കഴിഞ്ഞിട്ട്. കാരണം എൻ്റെ യാത്രാ സമയം 7 മണിക്കൂറിൽ നിന്ന് 7 മിനിറ്റായി കുറഞ്ഞു. എനിക്ക് യാത്ര ചെയ്യാൻ അത്രയും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ +2 ലെവലിലുള്ള ഇംഗ്ലീഷാണ് ഒരു പേപ്പർ, ഞാനതൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ കഴിയാൻ. ഞാനിനി കോളേജിലേക്ക് വേണേൽ തിരിച്ചു പോവാം. ഞാൻ അവസാനം വിമൻസ് കോളേജിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്തായാലും അവിടെ ഇരുന്ന് തന്നെ സമാധിയാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. വീടിനടുത്താണ്. പക്ഷെ ഒരവസ്ഥയിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പയ്യൻ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടുവാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ രവിചന്ദ്രൻ ഒരു മുഖമാണ്, യുക്തിവാദികളുടെ മുഖവും കൂടെയാണ്. അപ്പം എല്ലാ സംവാദങ്ങളിലേക്കും രവിചന്ദ്രൻ പോയാൽ കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലേക്ക് വളരണം. അത് അങ്ങനെ വളരുകയും ചെയ്തു. അപ്പം ബേസിക്കലി നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ വേദികളിൽ വന്ന് നിൽക്കുമ്പോൾ നേരിടേണ്ടതുണ്ട്, ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട്, ആൾക്കാരോട് സംസാരിക്കുന്നതിന് തന്നെ ചില രീതികളുണ്ട്. അപ്പം അവിടെ തഗ് പറയേണ്ടതുണ്ട് കയ്യടി നേടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ചില സംവാദങ്ങളിലൊക്കെ തഗ് പറയുന്നവരാണ് വിജയിച്ചതെന്നാണ് കരുതുന്നത്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ബേസിക്കലി ഐ എം നോട്ട് എ പുലി, ഐ എം നോട്ട് എ പുഴു. ഒരു പുലിയല്ല, ഒരു പുഴുവല്ല. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന കാര്യം നമ്മുടെ ബ്രെയിനെ കുറിച്ചാണ്. ചിലർ പറയും ഈ നിങ്ങളുടെ ബ്രെയിൻ്റെ വളരെ കുറച്ചേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയും. അത് ശാസ്ത്രീയമായി തെറ്റാണ്. നിങ്ങൾ വെറുതെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നു, പക്ഷേ ഉപയോഗിക്കുന്നതിൻ്റെ നിരക്കും അതിൻ്റെ റേറ്റും ഒക്കെയാണ് കുറവ്. എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം സ്വഭാവത്തിലുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ യൂസ് ലെസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യൂസ്ലെസ് ആയി പോകും. ഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും. മറ്റേ അർത്ഥത്തിലല്ല ഞാൻ പറയും. അപ്പം ഇഫ് യു ആർ മൊത്തം ഫുള്ളായിട്ട് യൂസ് ചെയ്യുക യൂസ്ഫുൾ ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തായാലും നമ്മൾ എരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിഗരറ്റ് പോലെയാണ്. എപ്പോഴാണ് എന്ന് അറിയാൻ കഴിയാത്ത, നമ്മൾ സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാനായി നടക്കുന്ന ജീവികളാണ് നമ്മളെല്ലാം തന്നെ. അപ്പോൾ അതിനിടയിൽ പരമാവധി ജീവിതം ആസ്വദിക്കുക, ആനന്ദം ഉണ്ടാക്കുക, മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് നോവിച്ചുകൊണ്ട്, നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ടും മറ്റുള്ളവർക്കൊരു തണലുമായി മാറുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജീവിതാഭിമുഖ്യം. അപ്പം നമ്മൾ ഈ ഉറങ്ങുന്നത് പോലും റാൻഡി പോഷിൻ്റെ ഒരു പുസ്തകത്തിൽ പുള്ളി പറയുന്നുണ്ട്. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, മൃത്യുവിൻ്റെ വ്യാകരണം എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ ടെർമിനൽ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ് റാൻഡി പോഷ്. അപ്പം ഞാനും അതുമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് എനിക്കന്നൊരു ഇത് തോന്നിയിരുന്നു, ഒരു സാമ്യം തോന്നിയിരുന്നു. ഹി ഡൈഡ് അറ്റ് 47. അപ്പോൾ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ 6 മാസം സമയമാണ് പുള്ളിക്ക് ബാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ 6 മാസം സമയം, അപ്പോൾ ഉറക്കം പോലും ഒരു ലക്ഷറി ആയിട്ട് മാറുന്നു. ബാക്കി എത്ര സമയമുണ്ടെന്ന് നോക്കുമ്പോൾ യു ക്യാൻ നമ്പർ, യുവർ ഡേയ്സ് ആർ നമ്പേർഡ്, യു വിൽ ഫൈൻഡ് ഈവൻ സ്ലീപ്പ് ആസ് എ ലക്ഷറി. ഉറങ്ങി അത്രയും സമയം പോയില്ലേ എന്നറിയും. അപ്പോൾ അങ്ങനെയും ഒരു ജീവിതതലം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എത്രയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഉള്ളത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളും ഈ കാറ്റും ഈ പുഴയും ഈ ആശയങ്ങളും. നിങ്ങളുണ്ടെങ്കിലേ ഈ ലോകം ഉണ്ടല്ലോ. നിങ്ങൾ ഷട്ട് ഡൗൺ ആവുന്നതോടുകൂടി ഈ ലോകം തന്നെ ഇല്ലാതാകും. ആക്ച്വലി അത് ഇല്ലാതാകുന്നില്ല, അത് നമുക്കറിയാം, അത് അറിവാണ്. പക്ഷെ അത് അനുഭവമല്ല. നമ്മളുടെ അനുഭവപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളില്ലാതാകുമ്പോൾ ഈ ലോകം ഇല്ലാതാകും. പക്ഷെ അറിവ് അതല്ല. നോളജ് ഈസ് ഡിഫറെൻറ്റ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അവിടെയാണ് നമ്മൾ സയൻസ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സയൻസിനെ. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ പല സ്ഥലങ്ങളും ഇതേപോലെ കയ്യേറാറുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് അധ്യാപകനായിരുന്നപ്പോൾ ഈ കയ്യേറുന്നതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ കുറച്ചൊരു പേപ്പർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടും അത് പരാജയപ്പെട്ടു പോവുകയാണ്. അത് വിദ്യാർത്ഥി സംഘടന, SFI സംഘടന തന്നെ അതിനകത്ത് നിങ്ങൾ പൊങ്കാല ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പരിപാടികൾ എതിർക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് എതിർപ്പുണ്ടാവുമല്ലോ. ഈ എതിർപ്പ് കൊണ്ട് വെക്കുമെന്നാണ് ചോദിക്കുന്നത്. അടുത്തിടെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദശാവതാര ചാർത്ത് 10 ദിവസമാണ്. പുതിയൊരു സാധനമാണ്. നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നില്ല, അതെനിക്കറിയാം. അപ്പോൾ അവിടെ ഈ നിരോധിച്ച കോളാമ്പി ഹോൺ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരും പോലീസ് ആക്റ്റും എല്ലാ ആക്റ്റും 5 വർഷം തടവും 1 ലക്ഷം രൂപ ശിക്ഷയാണ് ഈ കോളാമ്പി ഉപയോഗിച്ച. അതൊക്കെ എത്ര നിസ്സാരവൽക്കരിച്ചാൽ നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയും. അപ്പോൾ ഈ ശബ്ദം വരികയാണ്,
എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. 2 ദിവസമായി 3 ദിവസമായി. ഞാൻ ഉടനെ 112 വിളിച്ച് പറഞ്ഞു. അനോണിമസ് ആയിട്ടാണ് വിളിച്ച് പറയാം. ഞാൻ വിളിച്ച് പറഞ്ഞു. പോലീസ് അവിടെ വന്നു. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് വിട്ടു. കാര്യം ഞാൻ അനോണിമസ് ആയിട്ട് നിൽക്കുക എന്നുള്ളതിനുപരി ഇതെല്ലാവർക്കും ഇതൊരു സന്ദേശം കൊടുക്കട്ടെ. എല്ലാവരും ഇതിനെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. ശബ്ദം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, എന്തെല്ലാം അതിൻ്റെ രൂക്ഷത അത് പലർക്കും അറിയത്തില്ല. അവർ വിചാരിക്കും ഇപ്പം ഈ ചെണ്ടയൊക്കെ കൊട്ടുന്നിടത്ത് നിന്ന് ഗർഭിണികളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് പറയുകയാണെങ്കിൽ ഈ ഉത്തരയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അഭിമന്യു ഈ ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. എന്നാൽ ഈ ചെണ്ടയുടെ അടുത്ത് ഗർഭിണിയായിട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവർ പറയും അയ്യോ അത് അങ്ങനെയൊന്നും പറയരുത് പാവമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ കൊടുത്തു. പോലീസുകാർ വന്നു, കുറച്ച് വെപ്പിച്ചു. അവർ പോയി, അവർ വീണ്ടും കൂട്ടി, വീണ്ടും വിളിച്ചു, വീണ്ടും വരുന്നു. അങ്ങനെ 3 ദിവസം പോലീസുകാർ വന്നു. 3-ാമത്തെ ദിവസമായപ്പം ഇവർ കുറേ ചാനലുകൾ, ലോക്കൽ ചാനലുകളെയൊക്കെ വിളിച്ചു വരുത്തി. ഇതേ കണക്ക് സാധനമൊക്കെ വെച്ച് ലൈവ് നടത്തി. എന്നിട്ടപ്പോൾ ഭക്തന്മാരോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഒരാൾ, അയാൾ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ, അയാൾ അത് ചെയ്തു ഇത് ചെയ്തു, അയാൾ ഇവിടെ നിന്ന് ചീട്ട് കളിച്ചിട്ടുള്ള ആളാണ്, അമ്പലത്തിനകത്ത് കയറി ഏണ്ടൊക്കെ ഇങ്ങനെ കുറേ പറയുകയാണ്. എന്നെ കുറേ ആക്ഷേപിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ കീഴിൽ 2 ലക്ഷം വ്യൂസും കണ്ടുവന്നു ഒരു ലൈവിൻ്റെ കീഴിൽ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭക്തന്മാർ തെറി വിളിക്കുന്നു, ഭീഷണി, അവനെ കരണം അടിച്ച് പൊട്ടിക്കണം, പിന്നെ അവനെ സ്കെച്ച് ചെയ്യണം, അവൻ്റെ ഇത് നമ്പർ കിട്ടാൻ വകുപ്പുണ്ടോ, 2 കൈയും കാലും അടിച്ച് അവിടെ ഇട്ടേരെ ഞങ്ങൾ ഏറ്റു. ഞാൻ നോക്കിയിട്ട് 2300 കമൻറ്റോളം ഞാൻ കണ്ടു. അതിൽ 1300 ഭീഷണിയാണ്. എന്നിട്ട് ഹിന്ദു ഐക്യവേദിക്കാർ ലൈവ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം, പ്രതിഷേധ മാർച്ച്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്ന സമയം അറിയിക്കാന്നുണ്ടെങ്കിൽ കപ്പയും ബീഫും റെഡിയാണ്, ആളിൻ്റെ നമ്പറൂടെ പറയണമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പണ്ടൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ടതിനും ഇതേ കണക്ക് ഘോരഘോരം തെറി വായിച്ച് ഞാൻ പിന്നെ അതെല്ലാം പറയുന്നത് PSC 11 ഇവിടെ ഏത് സെക്ഷനാണെന്ന് പറയാമോ? അന്ന് ഞാൻ PSC-യിലല്ല, യഥാർത്ഥം ഞാൻ കോളേജിലാണ്. അപ്പോൾ പല രീതിയിൽ അങ്ങനെ ധാരാളമായിട്ട് വരാറുണ്ട്. ഈ എതിർപ്പുകൾ വരുമ്പോൾ ഇത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് ശീലമാവും. പക്ഷേ എങ്കിലും ഇവിടെ മുസ്ലിം വിരോധം പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ CPM-കാർ ശരിക്കും പ്രത്യക്ഷത്തിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രവിചന്ദ്രന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് മാറണം, അവരുടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മാറണം, ഇല്ലെങ്കിൽ എന്താണ് ധാരണ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങളിപ്പോൾ ചാപ്പ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പട്ടിയുടെ കാലിൽ ചക്കരക്ക് കെട്ടിവിടുന്നതാണ്. പട്ടി ഇത് കാണുന്നിടത്തെല്ലാം പോയി ചക്കരക്ക് കളയാനായിട്ട് ഉരച്ചുരച്ച് പോകും. ചക്കരക്ക് പോവില്ല, പട്ടിക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ കാര്യം ഇത് വ്യാജമായ ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പം ഈ പറയുന്ന ചാപ്പകളുടെ കാര്യം തന്നെ CPM എന്ന് പറഞ്ഞു. CPM-ൻ്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചാപ്പ എന്താണ്? പുള്ളിക്ക് സ്ഥിരം കിട്ടാറുണ്ട്, എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇത് ആരെയൊക്കെയോ കാണിക്കാനായിട്ട് ഓരോരോ വേഷം കെട്ടിയ ആളുകൾ നടക്കുകയാണ്. മനസ്സിലായില്ലേ? ആരെയൊക്കെ കാണിക്കാൻ ഞാൻ അതാണ് ഇതാണ് ഞാൻ മുസ്ലിം വിരോധത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് തെറ്റായൊരു പ്രയോഗമാണ്. നമ്മളുടെ എസൻസിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ഈസ് ടോക്സിക്. ഇറ്റ്സ് എ ടോക്സിക് ഐഡിയോളജി. ഇറ്റ്സ് എൻ ഇൻഹ്യൂമൻ ഐഡിയോളജി. ഐ സ്ട്രെസ് ദാറ്റ് പോയിന്റ്. ബട്ട് മുസ്ലിംസ് ആർ ലവ്ലി. ദാറ്റ് മീൻസ് ഈ മുസ്ലിംസ് ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയാണ്. അതാണ് ഞാൻ ബിൻ ലാദനിൽ നിന്ന് ഈ ടോക്സിക് ഐഡിയോളജി മാറ്റിക്കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല എഞ്ചിനീയർ ആയേക്കാം ഒരുപക്ഷെ.